തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് നടൻ അല്ലു അർജുനെ അറസ്റ്റ് ചെയ്ത് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പുഷ്പ 2വിന്റെ റിലീസിനിടെയുണ്ടായ തിക്കിലും തിരക്കിലും യുവതി മരിച്ച സംഭവത്തിലാണ് അല്ലു അർജുനെ അറസ്റ്റ് ചെയ്യുന്നത്. ഡിസംബർ 4-ന് ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിലുണ്ടായ അപകടത്തിലാണ് രേവതി എന്ന 39-കാരി മരണപ്പെടുന്നത്. ഗുരുതരമായി പരിക്കേറ്റ രേവതിയുടെ മകൻ ഇപ്പോഴും ചികിത്സയിലാണ്. സംഭവത്തെ തുടർന്ന് രേവതിയുടെ കുടുംബത്തിന് 25 ലക്ഷം രൂപ ധനസഹായം അല്ലു അർജുൻ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇന്ന് രാവിലെയാണ് അല്ലു അർജുനെ ഹൈദരാബാദ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഹൈദരാബാദിലെ സ്വവസതിയിൽ വെച്ചാണ് അല്ലുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അറസ്റ്റ് സമയത്തുള്ള അല്ലു അർജുന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ വൈറലായി കഴിഞ്ഞു. നാടകീയ രംഗങ്ങൾക്കാണ് ഇന്ന് സിനിമാ ലോകം സാക്ഷ്യം വഹിച്ചത്. പോലീസ് വാഹനത്തിൽ കയറും മുൻപ് അല്ലു അർജുൻ ഭാര്യയെ ആശ്വസിപ്പിക്കുകയും കാപ്പി കുടിക്കുകയും ചെയ്യുന്നത് വീഡിയോയിൽ കാണാൻ സാധിക്കും. ഭാര്യയെ ആശ്വസിപ്പിച്ച ശേഷം ഉമ്മ നൽകിയാണ് അല്ലു അർജുൻ വാഹനത്തിലേക്ക് കയറിയത്. അറസ്റ്റിനെ അല്ലു അർജുൻ എതിർത്തിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത്. തനിക്ക് വസ്ത്രം മാറാനോ പ്രഭാത ഭക്ഷണം കഴിക്കാനോ പോലീസ് സമയം നൽകിയില്ലെന്നും ആരോപണമുണ്ട്. തന്റെ ബെഡ്റൂമിലേക്ക് കയറി വന്നത് മര്യാദകേടാണെന്നും അല്ലു അർജുൻ പറഞ്ഞു. അതേസമയം അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തിരിക്കുന്ന പോലീസ് സ്റ്റേഷനിൽ കനത്ത സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. താരത്തെ കാണാനായി നിരവധി ആരാധകർ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അല്ലു അർജുൻ തിയേറ്ററിലേക്ക് വരുന്നതിനെ കുറിച്ച് ആരാധകർക്ക് അറിവുണ്ടായിരുന്നില്ല. അപ്രതീക്ഷിതമായി താരം എത്തിയപ്പോഴുണ്ടായ തിക്കിലും തിരക്കിലും തിയേറ്ററിന്റെ ഗേറ്റ് തകർക്കപ്പെടുകയായിരുന്നു. തുടർന്ന് തിയേറ്റർ മാനേജ്മെന്റിനും അല്ലു അർജുനും താരത്തിന്റെ സുരക്ഷാ സംഘത്തിനുമെതിരെ പോലീസ് കേസെടുക്കുകയായിരുന്നു. തനിക്കെതിരായ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അല്ലു അർജുൻ നേരത്തെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ കോടതി തീരുമാനം വരും മുൻപ് പോലീസ് താരത്തെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. അതേസമയം സോഷ്യൽ മീഡിയയിൽ വൻ വിമർശനമാണ് ഉയരുന്നത്. ഒരാൾ മരണപ്പെട്ടതിന് അല്ലു അർജുൻ എന്ത് തെറ്റാണ് ചെയ്തതെന്നും ഇതൊക്കെ ഇച്ചിരി കൂടുതലാണെന്നുമാണ് ആളുകൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്.